എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകരെ കുറിച്ചാണ്. നവോത്ഥാന നായകർ പാർട്ട് 6. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് എന്ന്? 1861 മാർച്ച് 3. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് എവിടെ? തലശ്ശേരിയിലെ ആഠ്യ കുടുംബമായ അയ്യത്താൻ തറവാട്ടിൽ ചേറ്റൻകുന്ന് അഞ്ചരക്കണ്ടിയിൽ. അയ്യത്താൻ ഗോപാലന്റെ പിതാവ് ആര്? അയ്യത്താൻ ചന്ദൻ. അയ്യത്താൻ ഗോപാലിന്റെ മാതാവ് ആര്? കല്ലാട്ട് ചിരുതമ്മാൾ. അയ്യത്താൻ ഗോപാലിന്റെ ഭാര്യ ആര്? കല്ലാട്ട് കൗസല്യ അമ്മാൾ. 1894 ഡിസംബർ 31 വിവാഹം. മദ്രാസ് മെഡിക്കൽ സർവീസിൽ ചേർന്ന നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഏതു വർഷമാണ് മദ്രാസ് മെഡിക്കൽ സർവീസിൽ ചേർന്നത്? 1888. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഏതു വർഷമാണ് കോഴിക്കോട് ചിത്ത രോഗാശുപത്രിയിൽ സൂപ്രണ്ടായി ചുമതലയേറ്റത്? അതായത് ഇപ്പോഴത്തെ കുതിരവട്ടം മാനസിക ആശുപത്രി. 1897. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആര്? അയ്യത്താൻ ഗോപാലൻ. ഏതു വർഷമാണ് അയ്യത്താൻ ഗോപാലൻ കേരള ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? 1898 ജനുവരി 17. അയ്യത്താൻ ഗോപാലൻ എവിടെയാണ് കേരള ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? കോഴിക്കോട്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ബ്രഹ്മധർമ്മ. ബ്രഹ്മധർമ്മയുടെ മലയാള പരിഭാഷ നടത്തിയ നവോത്ഥാന നായകൻ? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1911 സംസ്കൃതത്തിൽ നിന്നാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ബ്രഹ്മധർമ്മ എഴുതിയത് ആര്? ദേവേന്ദ്രനാഥ് ടാഗോർ. 1849. ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് ബിരുദം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ.
ഏതു വർഷമാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലിന് റാവു സാഹിബ് എന്ന ബിരുദം ബ്രിട്ടീഷ് സർക്കാർ നൽകി ആദരിച്ചത്? 1917 ജൂൺ 4. ഏതു വർഷമാണ് ബ്രഹ്മസമാജത്തിന്റെ ആലപ്പുഴ ശാഖ ആരംഭിച്ചത്? 1924. അനാചാരങ്ങൾക്കെതിരെ ജാത്യാഭിമാനത്തിന്റെ ലക്ഷണമായ കുടുംബ സ്വയം മുറിച്ചു കളഞ്ഞ നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവത്കരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1900 ആണ്. പിന്നാക്ക വിഭാഗക്കാർക്കും പെൺകുട്ടികൾക്കുമായി വിദ്യാഭ്യാസത്തിനായി ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ച സ്കൂൾ ഏത്? ലേഡി ചന്ദ്ര വർക്കർ എലിമെന്ററി സ്കൂൾ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അന്തരിച്ചത് എന്ന്? 1948 മെയ് 2. കുട്ടികളെ മാനവികതയുടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ അയ്യത്താൻ ഗോപാലൻ ആരംഭിച്ച സംഘടന ഏത്? സുഗുണവർദ്ധിനി. 1900. അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. അയ്യത്താൻ ഗോപാലിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതെല്ലാം? സുശീല ദുഃഖം, സാരഞ്ജിനി, പരിണയം. കോഴിക്കോട് പ്രത്യേക ബ്രഹ്മമന്ദിരം സ്ഥാപിച്ചത് ആര്? അയ്യത്താൻ ഗോപാലൻ. കോഴിക്കോട് ജയിൽ റോഡിൽ ചിന്താവളപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കോഴിക്കോട്ടുള്ള അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ സ്കൂളായി അറിയപ്പെടുന്നു. അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മമന്ദിരം സ്ഥാപിച്ചത് എന്ന്? 1900 ഒക്ടോബർ 1. അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ച ബ്രഹ്മമന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആര്? അന്നത്തെ സാമൂതിരി രാജാവായിരുന്ന ഹിസ് ഹൈനസ് മാനവിക്രമൻ ഏട്ടൻ തമ്പുരാൻ. അയ്യത്താൻ ഗോപാലിന്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? ബ്ലാക്ക് ഫാർസ്, ബ്രഹ്മമതം, കീർത്തന രത്മാല, റാം മോഹൻ റോയ്, ബ്രഹ്മമതവും ഇതര മതങ്ങളും, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക്, രാഗമാലിക, ഗാനമാലിക, ബ്രിട്ടീഷ് ഭരണ മഹാത്മ്യം. അയ്യത്താൻ ഗോപാലിന്റെ ആദ്യ കൃതി ഏത്? രാഗമാലിക. 1894 ആണ് എഴുതിയത്. അയ്യത്താൻ ഗോപാലിനെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക ജീവചരിത്രവും ഓർമ്മക്കുറിപ്പുമായ അപ്പൻ ഒരു ഓർമ്മ പുസ്തകം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അയ്യത്താൻ അലോക്.
അയ്യത്തൻ ഗോപാലിനെ കുറിച്ചുള്ള ജീവചരിത്രം ദർസർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ആൻ അൺസങ് ഹീറോ എഴുതിയത് ആര്? അയ്യത്താൻ അലോക്. മലബാറിലെയും കേരളത്തിലെയും ആദ്യ വനിതാ ഡോക്ടർ ആര്? ഡോക്ടർ അയ്യത്താൻ ജാനകി അമ്മാൾ. അയ്യത്താൻ ഗോപാലിന്റെ ഇളയ സഹോദരി ആണ്. കേരളത്തിലെ രാജാ റാം മോഹൻ റോയ് എന്ന് അറിയപ്പെടുന്നത് ആര്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ എവിടെ വെച്ചാണ് അയ്യത്താൻ ഗോപാലിനെ കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ബ്രഹ്മസമാജത്തിന്റെ വാർഷിക പൊതുയോഗ വേദിയിൽ വെച്ച്. അയ്യത്താൻ ഗോപാലൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? ശാന്തി ഗാർഡൻസ് കോഴിക്കോടുള്ള അയ്യത്താൻ കുടുംബ ശ്മശാനത്തിലാണ്.